ഹായ് ഓൾ, ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസും മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു ചട്ടിയിൽ ഒരു ഹാഫ് ചട്ടി വെള്ളം വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കുക. ഒരു 10-12 പ്രോൺസ് ഉണ്ട്. ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 to 3 ടീസ്പൂൺസ് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് തിള വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് കിടന്ന് വേവണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു മുരിങ്ങയ്ക്കയും ഒരു അരമാങ്ങ പിന്നെ 3-4 പച്ചമുളകും കൂടെ കീറിയത് ഇതെല്ലാം ഇട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് വേവുന്നതാണ്. അത് കാരണം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ഹാഫ് കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 എണ്ണം മതി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. ഇതെല്ലാം ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കോക്കനട്ട് മിക്സ്ചർ നമുക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ തിള വരണം. അപ്പോഴത്തേക്ക് ഈ പച്ചമണമൊക്കെ അങ്ങ് മാറും. ഇതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരണം. ഇതൊന്ന് തിളച്ച് നല്ല കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള താളിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു ചെറിയ പാനിൽ വെച്ചതിന് ശേഷം ഒരു 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3 കുഞ്ഞുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ല കുറുകിയിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഇതൊഴിക്കാം. നമ്മുടെ താളിച്ച് ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 hours മുന്നെയെങ്കിലും നമ്മളിത് ഉണ്ടാക്കി വെക്കണം.